ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിവരക്കേട് അലങ്കാരമായി കൊണ്ടു നടക്കുന്ന, അലങ്കാരത്തിനു വേണ്ടി ബിരുദമെടുത്ത ചില ബിരുദധാരികളുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് മുഹമ്മദ് സഅദി. അദ്ദേഹത്തെ സഅദി എന്ന് വിളിച്ച് നല്ലൊരു സ്ഥാപനത്തിന്റെ പേര് കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് എന്ന അയാളുടെ പേര് നമുക്ക് ഉപയോഗപ്പെടുത്താം. അയാൾ വന്നിട്ടുള്ളത് പേരോട് ഉസ്താദിന് ഫിഖ് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എന്നാൽ അയാൾ പറയുന്നതാവട്ടെ പമ്പര വിഡ്ഢിത്തവുമാണ്. ഒരു സലാം പറയാൻ പോലും അദ്ദേഹത്തിന് നേരാം വണ്ണം അറിയില്ല എന്നതാണ് വസ്തുത. ഹംദും സ്വലാത്തും എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഞാൻ അദ്ദേഹത്തെ കൂടുതൽ വർണ്ണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. കേട്ടല്ലോ സഹോദരങ്ങളെ, അദ്ദേഹം സലാം പറഞ്ഞതിന്റെ കോലം, ബിസ്മി ചൊല്ലിയതിന്റെ കോലം, അങ്ങനെ പല കോല, പല ജാതി, പല കോലയാണ് ഈ സഅദി. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കേരളയാത്ര നടത്തുന്ന കേരള മുസ്ലിം ജമാഅത്ത് ആ പ്രമേയത്തോട് അല്പം പോലും നീതി കാണിക്കാത്ത വിഷയങ്ങളാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾക്ക് വിവരമില്ലാത്തതുകൊണ്ട് കേരളയാത്രയുടെ പ്രമേയത്തോട് അല്പം പോലും വിവരമുള്ള പണ്ഡിതന്മാർ നീതി പുലർത്തുന്നില്ല എന്നാണ് ഈ ബഹുക്കേമന്റെ കണ്ടുപിടുത്തം. ജാഥ ഉപനായകരിൽ ഒരാൾ ഇമാം റംലിയുടെ നിഹായക്കെതിരിൽ വസ്തുതാവിരുദ്ധമായ പരാമർശം നടത്തിയിട്ടുണ്ട്. ഇമാം റംലിയുടെ നിഹായക്കെതിരായി വസ്തുതാവിരുദ്ധമായ പരാമർശം പേരോട് ഉസ്താദ് നടത്തിയിട്ടുണ്ടെന്നാണ് വിദ്വാന്റെ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയിട്ടുള്ളത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? എന്താണാവോ പേരോട് ഉസ്താദ് പറഞ്ഞത്? അതൊന്ന് കേൾപ്പിക്കും. മറ്റു മതക്കാരോട് നമുക്ക് വിദ്വേഷവും വൈരാഗ്യമൊന്നുമില്ല. ഇമാമിങ്ങളെ കിതാബിൽ ഒരു ചർച്ചയുണ്ട്. നിങ്ങൾ ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ നിഹായ എടുത്തു നോക്കൂ, അവിടെ ഒരു ചർച്ചയുണ്ട്. അതേപോലെ അതിന്റെ ഹാഷിയായ സബ്റാമുൽ നസി നോക്കൂ, ഒരു ചർച്ചയുണ്ടെന്ന ചർച്ച നമ്മളോട് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിം സഹോദരന്മാർ മുസ്ലിം പണ്ഡിതന്മാരോട് വന്ന് പറഞ്ഞു, മഴയില്ലാതെ ബുദ്ധിമുട്ടിലാണ് ഉസ്താദേ, നിങ്ങളൊന്ന് മഴയെ തേടുന്ന നിസ്കാരം നടത്തി പ്രാർത്ഥിച്ചു തരണമെന്ന് പറഞ്ഞാൽ ആ അമുസ്ലിം സഹോദരന്മാർക്ക് മഴ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കണം, കാരണം അവരും മനുഷ്യരാണ് എന്ന് നമ്മുടെ ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബായ നിഹായിയും സബ്റാമുൽ നസിയും നോക്കുന്നവർക്ക് കാണാം. എന്നാൽ അവിടെ ഒരു കാര്യം അവർ ഉണർത്തി, ഇതേ പ്രാർത്ഥന നടത്താൻ സുന്നികളല്ലാത്തവർ പറഞ്ഞാൽ അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാമോ? സുബ്ഹാനല്ലാഹ്. സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിമീങ്ങൾക്ക് പ്രാർത്ഥിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ ഇമാമിങ്ങൾ ചർച്ച ചെയ്യാണ്. സുന്നികളല്ലാത്തവർ അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിച്ചു കൊടുക്കാമോ? അവര് പറയുന്നു പ്രാർത്ഥിച്ചു കൊടുക്കാൻ പാടില്ല. എന്തുകൊണ്ട്? മുസ്ലിം പണ്ഡിതന്മാർ അവർക്കങ്ങനെ പ്രാർത്ഥിച്ചു കൊടുക്കുന്നത് കണ്ടാൽ മറ്റുള്ളവര് ധരിക്കും അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ധരിക്കും. അതുകൊണ്ട് പണ്ഡിതന്മാർ അങ്ങനെ പുത്തൻവാദികൾക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് ശാഫിഈ മദ്ഹബിലെ പ്രബലമായ ഗ്രന്ഥത്തിൽ കാണാം. നിഹായിയും സബ്റാമുൽ നസിയും നോക്കിക്കോളൂ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഒന്ന് വിശദീകരിച്ച ഞങ്ങളൊന്ന് കേൾക്കട്ടെ. ബിദ്അത്തിന്റെ ആളുകൾ മുസ്ലിം പണ്ഡിതന്മാരോട്
മഴയെ തേടാൻ വേണ്ടി പറഞ്ഞാൽ അവർക്ക് മഴ തേടാൻ പാടില്ല എന്ന് നിഹായയിലുണ്ട് എന്ന്. അങ്ങനെ എവിടെയാണ് നിഹായയിലുള്ളത്? ഇമാം റംലിയുടെ നിഹായയിൽ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വായിക്കാം: മറ്റൊരു വിഭാഗം മുസ്ലിമീങ്ങൾ മഴ തേടാൻ വേണ്ടി പറഞ്ഞാൽ അവർക്ക് മഴ തേടിക്കൊടുക്കണം എന്ന വിഷയം പറഞ്ഞിട്ട് പറയുകയാണ്, വഹുവ മുഖയ്യദുൻ കമാ ഖാലൽ അദ്റഇയ്യു. അദ്റഇ ഇമാം പറഞ്ഞതുപോലെ അതിന് ഒരു നിബന്ധനയുണ്ട്. ഇയാൾ എന്താ പറഞ്ഞത്? മഴയെ തേടാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ പണ്ഡിതന്മാർ പ്രാർത്ഥിച്ചു കൊടുക്കണം. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നവർക്ക് ചില നിബന്ധനകളുണ്ട്. എന്താണ് ആ നിബന്ധന? ഒന്ന് കേൾക്കട്ടെ. ബി അല്ലാ യകൂന ദാലികൽ ഗൈറു ദാ ബിദ്അത്തിൻ വ ളലാലത്തിൻ വ ബഗയിൻ. ആ മഴയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന മറ്റു വിഭാഗം ആളുകൾ ബിദ്അത്തിന്റെ കക്ഷികളാവാൻ പാടില്ല, പിഴച്ച പ്രസ്ഥാനമാകാൻ പാടില്ല, അധാർമിക പ്രവർത്തനം ചെയ്യുന്നവരാവാനും പാടില്ല. അപ്പോഴാണ് അവർക്ക് മഴ തേടിക്കൊടുക്കേണ്ടത്. അപ്പോൾ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നവർ പുത്തൻവാദികളാവാൻ പാടില്ല, അധാർമിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരാകാൻ പാടില്ല. ഇനി അവർ ആവശ്യപ്പെട്ടാൽ പ്രാർത്ഥിച്ചു കൊടുക്കണോ വേണ്ടയോ? സഅദി തന്നെ പറയട്ടെ. ഇല്ല, ഇനി അവര് ബിദ്അത്തിന്റെ കക്ഷികളാണെങ്കിൽ ലം യുന്തബ്, മഴ തേടൽ സുന്നത്തില്ല. സജ്റൻ ലഹു വ തഅദീബൻ, അവരെ പഠിപ്പിക്കാൻ വേണ്ടിയും ബിദ്അത്തിനെ തൊട്ട് തടഞ്ഞു നിർത്താൻ വേണ്ടിയും. വലി അന്നൽ ആമ്മത്ത തളുന്നു ബിൽ ഇസ്തിസ്ഖാഇ ലഹും, അവർക്ക് വേണ്ടി മഴ തേടിക്കൊടുത്താൽ സാധാരണക്കാര് വിചാരിക്കും ഹുസ്ന ത്വരീഖത്തിഹിം, അവരുടെ സരണി ശരിയാണ് എന്ന് വിചാരിച്ചു പോകും. അതുകൊണ്ട് അവർക്ക് മഴ തേടിക്കൊടുക്കൽ സുന്നത്തില്ല. ലം യുന്തബ് എന്നാണ് പറഞ്ഞത്. സുന്നത്തില്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെയാണ് അത് പാടില്ല എന്ന് നിങ്ങൾക്ക് കിട്ടിയത്? ഏത് നിഹായയിൽ നിന്നാണ് നിങ്ങൾ വായിക്കുന്നത്? പിന്നെ ഷെബ്റാം അല്ലിസിയിൽ മറ്റേ കാര്യം പറയുന്നുണ്ട്. എന്ത്? ദിമ്മത്തിന്റെ ആളുകൾ, മുഅ്മിനീങ്ങളുമായി ശത്രുതയില്ലാത്ത അവിശ്വാസികൾ, അവര് മഴയെ മഴ തേടാൻ പറഞ്ഞ് അവര് മഴയെ തേടാൻ ആവശ്യപ്പെട്ടാൽ അവർക്ക് മഴ തേടിക്കൊടുക്കൽ സുന്നത്താണ്. അത് ഷെബ്റാം അല്ലിസിയിലുണ്ട്. പക്ഷെ ബിദ്അത്തിന്റെ കക്ഷികൾക്ക് മഴ തേടിക്കൊടുക്കൽ സുന്നത്തില്ല എന്നാണ് പറഞ്ഞത്, പാടില്ല എന്ന് ആരാണ് പറഞ്ഞത്? നിങ്ങൾ എന്തിനാണ് നിഹായയുടെ പേരിൽ വസ്തുത വിരുദ്ധ കാര്യങ്ങൾ സംസാരിക്കുന്നത്? മൗലവി മുഹമ്മദ് മൗലവി വിവരക്കേട് ഒരു അലങ്കാരമായി കൊണ്ടു നടക്കരുത്. വിവരമില്ലായ്മ സാധാരണയാണ്. അത് അലങ്കാരമാക്കുമ്പോഴാണ് താങ്കളെ പോലെയുള്ളവർ ഇങ്ങനെ വഷളാകുന്നത്. താങ്കളൊക്കെ വള്ളി ട്രൗസറും ഇട്ടുകൊണ്ട് പന്തുരുട്ടി കളിക്കുമ്പോൾ ഫിഖ് പഠിപ്പിച്ച പണ്ഡിതനാണ് പേരോട് ഉസ്താദ്. ആ പേരോട് ഉസ്താദിനെ തിരുത്താനാണ് ഈ സാധു വന്നിട്ടുള്ളത്. സാധു വിചാരിച്ച് പേരോട് ഉസ്താദിനെ ഇങ്ങനെ രണ്ട് വിമർശനം നടത്തിയാല് ബുഹ്താനി ത്വരീഖത്തിൽ അഥവാ കുരുവട്ടൂരി ത്വരീഖത്തിൽ എനിക്ക് മുഷാവറ അംഗമാകാം എന്ന ധാരണയോടുകൂടിയാണ് സാധു വന്നിട്ടുള്ളത്. ഓ എന്റെ സാധു, എന്തൊക്കെ വിവരക്കേടാണ് താങ്കൾ വിളിച്ചു പറഞ്ഞത്. സുന്നത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് ചെയ്യണമെന്നാണോ? എവിടുന്നാണ് അത് ചെയ്യണമെന്ന് താങ്കൾക്ക് കിട്ടിയത്? സുന്നത്തില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്ത പടുജാഹിലായ താങ്കളാണോ പേരോട് ഉസ്താദിനെ വിമർശിക്കാൻ വന്നത്? എന്തിനാണ് സുന്നത്തില്ല എന്ന് പറഞ്ഞത്? പുത്തൻവാദികളുടെ സരണി ശരിയല്ല, അവർ വഴിപിഴച്ചവരാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ സുന്നത്തല്ല എന്നാണെങ്കിൽ പിന്നെ എന്താണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ വിധി? ഒന്നുകിൽ കറാഹത്താകണം, അല്ലെങ്കിൽ ഹറാമാകണം. അതോടുകൂടി അത് പാടില്ല എന്ന് ബോധ്യമായി. ഇവിടെയാണ് താങ്കൾക്ക് പിഴച്ചു പോയത്. താങ്കൾ സുന്നത്തില്ല എന്ന് ഒരിടത്ത് കണ്ടപ്പോ അതെങ്ങനെയാ പാടില്ല എന്ന് പേരോട് ഉസ്താദ് പറയുക? പേരോട് ഉസ്താദിനോടുള്ള അന്ധമായ വിരോധം കാരണം
കോമാടനെ സുഖിപ്പിക്കാൻ വേണ്ടി കിട്ടിപ്പോയേ എനിക്ക് നിധി എന്ന് കരുതിക്കൊണ്ട് വന്നതാണ്. പക്ഷേ ചിന്തിച്ചില്ല, കാരണം വിവരമില്ലാതെ പോയി. ഉള്ള വിവരം വഹാബികൾക്കും കള്ളത്തൊരീക്കത്തുകാർക്കും വേണ്ടി പണയം വെച്ചു. ബിദ്അത്ത് അതൊരു രോഗമാണ്. അത് സാധാരണക്കാരിലേക്ക് പകരാൻ കാരണമാകുന്ന സർവ വഴികളും അടക്കുകയാണ് വേണ്ടത്. അതാണ് പണ്ഡിതന്മാർ ചെയ്തു പോന്നിട്ടുള്ളത്. എന്നാൽ ഈ സഅദി എന്ന പേരിൽ അറിയപ്പെടുന്ന പടുജാഹില് വഹാബികളോട് അച്ചാരം വാങ്ങിയവരോട് അച്ചാരം വാങ്ങിയിട്ട് അവരെ വെളുപ്പിക്കാൻ വേണ്ടി വന്നതാണ്. കൂടുതൽ കറുത്തു എന്നല്ലാതെ യാതൊരു പ്രയോജനവും ഉണ്ടായില്ലെന്ന് മാത്രം. ഈ സഅദി എന്ന് പറയുന്ന പടുജാഹിലിന്റെ വീഡിയോക്ക് താഴെ വന്ന ഒരു കമന്റ് ഞാൻ വായിച്ചു തരാം. ബിദ്അത്ത് ഒരു രോഗമാണ്. അവരുമായി കൂടിപ്പെരുമാറൽ വഴി അവരുടെ ആ രോഗം, തെറ്റായ ആശയങ്ങൾ സാധാരണക്കാർക്ക് വേഗം പകർന്നു പോകുമെന്നത് തീർച്ചയാണ്. അതാണല്ലോ പലരും ആദ്യം സുന്നിയായിരുന്നു, ഇപ്പോൾ ബിദ്അത്തുകാരനായി എന്ന് പലരെ പറ്റിയും പറഞ്ഞു കേൾക്കാറുള്ളത്. അപ്പോൾ ജനങ്ങളുടെ ഈമാൻ സംരക്ഷണം എന്നത് വലിയ കാര്യമാണ്. ഈമാൻ നഷ്ടപ്പെടുത്താൻ കാരണമാകുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കേണ്ടതാണ്. ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് ആർക്കാണ് അറിയാത്തത്? ബിദ്അത്തുകാരുടെ വിശ്വാസം നോക്കൂ. അവർ ആരെങ്കിലും ഒരു ഖുതുബിയത്ത് മജ്ലിസിൽ പങ്കെടുക്കാറുണ്ടോ? ഇല്ല എന്നായിരിക്കും മറുപടി. എന്താണ് കാരണം? അവർ തെറ്റായ ഒരു വിശ്വാസം കൊണ്ട് നടക്കുന്നു എന്നതല്ലേ. ഖുതുബിയത്ത് ശിർക്കാണെന്നും ആ സദസ്സിൽ പങ്കെടുക്കുന്നത് വഴി മുശ്രിക്കാകുമെന്നും ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്നും അവർ ചിന്തിക്കുകയാണ്. ഇങ്ങനെയെല്ലാം അവർ ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചങ്ങോട്ടും ചെയ്തുകൂടെ? ഈ മഴയെ തേടിക്കൊടുക്കാതിരിക്കുന്നതിന്റെ ലക്ഷ്യവും ബിദ്അത്തുകാരെ മാറ്റി നിർത്തുന്നതിന്റെ ലക്ഷ്യവും അവരുടെ മാർഗം ശരിയല്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണല്ലോ. വ്യക്തിപരമായി നമുക്കവരോട് ദേഷ്യമില്ല, മറിച്ച് അവരുടെ ആശയം വളരെ പിഴച്ചതാണെന്ന് നാം ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. അതാണ് പേരോട് ഉസ്താദ് ചെയ്യുന്നത്. നിങ്ങൾക്കതിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണ്. മാത്രവുമല്ല, നമ്മൾ അവർക്ക് വേണ്ടി മഴയെ തേടുമ്പോൾ മുത്തുനബിയെ മുൻനിർത്തിയും മുഹീദ്ദീൻ ഷെയ്ഖിനെ മുൻനിർത്തിയും റബ്ബിനോട് ചോദിക്കുന്നത് അവർ ഇഷ്ടപ്പെടുമോ? അഥവാ മുഹീദ്ദീൻ ഷെയ്ഖിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കാരണക്കാരാക്കുന്ന, നിമിത്തമാക്കുന്ന പരിപാടി നമ്മൾ ചെയ്യാറുണ്ട്. ഇഷ്ടപ്പെടുമെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കാം. അവർ സദസ്സിൽ ഉണ്ടാവണം, ആമീൻ പറയുകയും ചെയ്യണം. ഇതൊക്കെ അവർ ചെയ്യുമെങ്കിൽ നിങ്ങൾ പറയുന്നതിനോട് യോജിക്കാം. തീർച്ചയായും വഹാബികൾ, ജമാഅത്തെ ഇസ്ലാമി പോലത്തെ പുത്തൻവാദികൾ ഇസ്തിഗാസക്ക് അനുകൂലമാണെങ്കിൽ അവരെയും കൂട്ടിക്കൊണ്ടുവന്ന് പണ്ഡിതന്മാർ ദുആ ചെയ്യാം. അപ്പോൾ അവരും കൂടെ ആമീൻ പറയട്ടെ. നല്ലൊരു മെസ്സേജാണ് ഈ സഅദിക്ക് മറുപടിയായി ആ സഹോദരൻ നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കി കൂടി കേട്ടു നോക്കാം. ഇനി ത്വഹ്ഫയാണെങ്കിലോ, ത്വഹ്ഫ ആ വിഷയത്തിൽ നിന്ന് തീർത്തും ഒഴിഞ്ഞു മാറിയിട്ടാണ് സംസാരിക്കുന്നത്. ഇബ്നു ഹജർ തങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമേ ഇല്ല. നഅം, ത്വഹ്ഫ 366 നിന്ന് ഇങ്ങനെ വായിക്കാം: നഅം ഇൻകാനു ഫസഖത്തൻ ഔ മുബ്തദിഅത്തൻ. അവര് ഫാസിഖീങ്ങളോ ബിദ്അത്തിന്റെ കക്ഷികളോ ആണെങ്കിൽ ലം യുഫ്അൽ ലഹും, അവർക്ക് അങ്ങനെ ചെയ്യൽ സുന്നത്തില്ല. ലം യുഫ്അൽ ലഹും എന്ന് പറഞ്ഞാൽ സുന്നത്തില്ല എന്നാണ് അർത്ഥമത്രേ. ഓ എന്റെ പമ്പര വിഡ്ഢി, പേരോട് ഉസ്താദിനെ വിമർശിക്കാൻ വേണ്ടി ഇങ്ങനെ വിവരക്കേട് വിളിച്ചു പറയണോ? അന്തക്കേട് വിളിച്ചു പറയണോ? സ്വന്തം വകയായി അർത്ഥം വെക്കാണ്. ലം യുഫ്അൽ ലഹും, സുന്നത്തില്ല എന്നാണ് അർത്ഥം എത്രേ. എന്തിനാണ് ഇത്തരം വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വഷളാകുന്നത് മൗലവി? നിങ്ങൾക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാൻ മാറ്റർ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. സമകാലിക വിഷയങ്ങൾ തന്നെ എമ്പാടുമുണ്ട്. ഇങ്ങനെയുള്ള നീ മാറ്റർ കൊടുത്താൽ നല്ല രസമുണ്ടാവും. നീ കൊടുക്കുന്ന മാറ്റർ പ്രകാരം കേരള യാത്ര അല്ല നടക്കുക, ഖബർ യാത്രയായിരിക്കും നടക്കുക. SIR, വോട്ടവകാശം, മനുഷ്യാവകാശ ലംഘനങ്ങൾ, ബുൾഡോസർ രാജ്, ന്യൂനപക്ഷ അവകാശ ധ്വംസനം, ലോക സമാധാനം, PM ശ്രീയും വിദ്യാഭ്യാസ നയവും,
പുതിയ വർഷത്തിലെ ഇസ്ലാമിക പ്രബോധനം, സ്വതന്ത്ര ഫലസ്തീന്, ഇങ്ങനെ എത്ര വിഷയങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഉപനായകന്മാർക്കൊക്കെ നേരത്തെ മാറ്റർ കൊടുക്കുന്നത് നന്നായിരിക്കും, ഈ റാലി ഭംഗിയായി വിജയിക്കണമെങ്കിൽ. ഈ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയുന്നവരാണ് പണ്ഡിതന്മാർ. അവർ അതും അതിനപ്പുറവും കണ്ടവരാണ്. നീ കണ്ടതിനേക്കാളും കണ്ടവരാണ്, കേട്ടതാണ്. അതിനനുയോജ്യമായ പ്രതികരണങ്ങൾ പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. അല്ലാതെ നീയും നിന്റെ വഹാബികളും മനുഷ്യരാണ്, അതുകൊണ്ട് മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ നിന്നെയും നിന്റെ വഹാബികളെയും നിന്റെ കുരുവട്ടൂരികളെയും തെക്കുള്ള കോളാമ്പി പറയുന്നത് കേട്ട് വിവരക്കേട് വിളിച്ചു പറയുന്നത് പോലെ ജനങ്ങളുടെ ഈമാൻ നഷ്ടമാകുന്ന നിരത്തിൽ പുത്തൻവാദികളോട് എന്ത് തോന്നിവാസവും ആകാം. മനുഷ്യർക്കൊപ്പമാണ് എന്നല്ല നിങ്ങളെ പ്രമേയം എന്ന നിന്റെ വിവരം കെട്ട ചോദ്യത്തിന് പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കുന്നത് നല്ലതാണ്. ഇരുകാലികളായ മൃഗങ്ങൾ അല്ല, അതിനേക്കാൾ അധപ്പതിച്ചവർ ഇരുകാലികളിൽ ഉണ്ടത്രേ. പറഞ്ഞത് അല്ലാഹുവാണ്. അപ്പോൾ മൃഗത്തെക്കാൾ അധപ്പതിച്ച നിന്നെപ്പോലെയുള്ള ഇരുകാലികൾക്കൊപ്പമല്ല നിൽക്കേണ്ടത്, മനുഷ്യർക്കൊപ്പമാണ് നിൽക്കേണ്ടത്. അതാണ് ആ പ്രമേയം, അതാണ് പണ്ഡിതന്മാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.